അപ്പോൾ ഇന്നലെ നമ്മുടെ കൊറിയർ ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഫിഷസിന് നമ്മൾ പിടിച്ച് പാക്ക് ചെയ്യാൻ വേണ്ടി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ ഈ ഒരു കാര്യം പെട്ടത്. എന്നിട്ട് സംഭവം ഒന്നും എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പൂച്ച കിട്ടുന്ന അങ്ങോട്ട് ഓടുന്നുണ്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട് മറയുണ്ട് തിരിയുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഒരു ചെറിയൊരു പാമ്പ് കുഞ്ഞിയാണ് അവൻ്റെ വായിൽ പെട്ടേക്കുന്നതെന്ന്. പക്ഷെ നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ്റെ നിന്ന് കടി കിട്ടും, പാമ്പിൻ്റെ നിന്ന് കടി കിട്ടും. അപ്പോൾ രണ്ടിനും സേഫായിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് മാറിയിരുന്നു. കാരണം ഞാനത് പറയാം, നമ്മൾ എവിടെയായിരുന്നു മീൻ പാക്ക് ചെയ്യേണ്ടായിരുന്ന ഈ പാമ്പ് എവിടെയായിരുന്നു എന്നൊക്കെ ഞാൻ കറക്റ്റ് പറയാം. അവിടെ നമ്മുടെ പെട്ടികളൊക്കെ ഇറക്കണില്ലേ, ഇവിടെയാണ് പാമ്പിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അവൻ ഇവനെ തട്ടിക്കൊണ്ട് ഇവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വിഷം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവുമെന്നും അറിയില്ല. കാരണം പണ്ടൊക്കെ നമ്മുടെ ചെടികളിലും മരങ്ങളിലൊക്കെ കാണുന്ന പച്ചില പാമ്പ് എന്ന് പറയും, ആ ഒരു പാമ്പാണ് ഇത് കേട്ടോ. ഇതിപ്പോൾ ഭയങ്കര റെയറാണ് ഈ ഒരു പാമ്പ്, കാണാൻ തന്നെ കിട്ടണില്ല. പക്ഷേ ഭീഷണി നേരിടുന്ന പാമ്പുള്ള ഒരു പാമ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇതിനെ നമ്മൾ കുറേ നാൾ ഇപ്പോഴൊന്നുമല്ല, ഞാൻ ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പാമ്പ് അവൻ്റെ നിന്ന് കടി കിട്ടിയിട്ടുണ്ട്, ഇത് ബ്ലഡൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ കിടന്ന് നോക്കി നടക്കുന്നുണ്ട്, പക്ഷേ അവൻ കണ്ടിട്ടില്ല അതിനെ. അപ്പോൾ നമ്മൾ പതുക്കെ അവനെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. കാരണം ഇത് വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല സാധാരണ രീതിയിൽ. അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ, ആ ഒരു ബോഡിയിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഡ് പൊടിയുണ്ട്. അവൻ്റെ കടി കിട്ടിയത് ആ ഭാഗത്തായിരുന്നു തോന്നുന്നുണ്ട്. കണ്ട ബ്ലഡ് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട് ആ ഇലയിലേക്ക്. പക്ഷെ അത് പാമ്പല്ല, അത് കുഴപ്പമുണ്ടാവില്ല, അത് ഹീലായിക്കോളും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ആൾ എന്താ പറയുക, നമ്മൾ ഇത്ര അടുത്ത് നിന്നിട്ടും ആൾ അങ്ങനെ വെപ്രളം കാര്യങ്ങളൊന്നുമില്ല. കാരണം അവൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹാങ് ഓവറിൽ നിൽക്കാണ്ട് ആൾ. അപ്പോൾ പതുക്കെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല. അപ്പോൾ ഇപ്പം ഞാനിരിക്കുന്ന ഭാഗം കണ്ടില്ലേ, ഞാനിരിക്കുന്ന ആ ഒരു ഭാഗത്ത് അതിൻ്റെ മുകളിലെ ലൂബീമയ്ക്കാണ് ആൾ ഉന്നം വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് കയറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതിനെ കാണാൻ നല്ല രസമുള്ള പാമ്പാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു ചൂരലിൻ്റെ ബലമുള്ളൂ. ഇതാണ് നമ്മൾ പാക്ക് ചെയ്യുന്ന സ്ഥലം. പാമ്പിരിക്കുന്നത് കണ്ടില്ലേ, ഇത്ര അടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേത്തു കൂടെയൊക്കെ ഇറങ്ങി പോയേനെ. അവൻ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പം നമ്മുടെ മേത്തു കൂടെയൊക്കെ ഇറങ്ങി പോയേനെ. പക്ഷെ അവൻ കണ്ട് അവനെ പിടിച്ച കാരണം, ആ ഒരു ബഹളം കേട്ട കാരണമാണ് കേട്ടോ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിനെ കാണാൻ തന്നെ നല്ല രസമാണ്. ഒരു പാമ്പാണെങ്കിലും നല്ല ക്യൂട്ടാണ്, നമ്മൾ ഓമനിച്ച് വളർത്താനൊക്കെ തോന്നില്ലേ, ആ ഒരു ടൈപ്പ് പാമ്പാണ് കേട്ടോ. അപ്പോൾ ആൾ പതുക്കെ ഇവിടെ നിന്ന് മൂവ് ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് മൂവ് ആയിട്ട് നേരെ ഞാൻ പറഞ്ഞില്ലേ, ആ ലൂബി മരത്തുമ്മയ്ക്ക് കയറാനുള്ള ആ ഒരു തത്രപ്പാടിലാണ് ആൾ. ചെയ്യണ്ട നാക്കുകയും പുറത്തിട്ട് ഇങ്ങനെ മണപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ട് പാമ്പാണ്, കണ്ട കാണുമ്പോൾ തന്നെ കുഞ്ഞൻ പാമ്പ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വളർത്താനൊക്കെ നമുക്കൊരു മോഹം തോന്നും. പക്ഷേ ഇത് അത്യാവശ്യം ഡേഞ്ചറാണെന്നൊക്കെ പറയണ്ടേ. ഞാനിപ്പോൾ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇത് ചവിട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർ ബാലൻസ് അത് ഭയങ്കര പ്രശ്നം, അങ്ങനെ എന്തൊക്കെയോ ഇതിൽ നിഗൂഢമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പോയില്ല. നമ്മളിപ്പോൾ പാക്ക് ചെയ്യണ സമയത്ത് പാമ്പിനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ. കാരണം നമ്മൾ ഒരു സംഭവം കാണാത്ത കുറേ ആൾക്കാരുണ്ടാവും ഈ നമ്മുടെ ഇടയിൽ. ഇപ്പോൾ പച്ചില പാമ്പെന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്കും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്കും മനസ്സിലായൊന്നും വരില്ല. അപ്പോൾ ആളിത് നൈസായിട്ട് ആ ഒരു മരത്തുമ്മയ്ക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി സൂം ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫോണിൻ്റെ ആ ഒരു കപ്പാസിറ്റി വെച്ചാണല്ലോ കിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് നമ്മൾ പരമാവധി നിങ്ങളിലേക്ക് നല്ല രീതിയിൽ അതിൻ്റെ വീഡിയോസ് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പതുക്കെ ആ ലൂബിമയ്ക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചെറിയ അല്ലേമ ഇതിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ് കേട്ടോ. ഈ മരത്തുമ്മയ്ക്കും കയറി ഇതിനെ ഇരുന്നുണ്ടെങ്കിൽ ഇതിനെ കാണാൻ സാധിക്കില്ല. കാരണം ആ കമ്പിൻ്റെ കളറോ അല്ലെങ്കിൽ ആ ഇലയുടെ കളറോ ആയി ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട് ഇതിന്. അപ്പോൾ പെട്ടെന്ന് ഇത് ചിലപ്പോൾ പച്ച കളറാവും, ലൈറ്റ് പച്ച ഷെയ്ഡും. അതുപോലെ തന്നെ ഈ കമ്പിൻ്റെ ആ ഒരു കളറിലേക്ക് വരും. ഇപ്പോൾ ഈ കമ്പുമ്മ കയറിയത് കമ്പ് ഏതാ പാമ്പ് ഏതാന്ന് മനസ്സിലാവില്ല. ആ ഒരു ഇനക്കം കണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് പാമ്പാ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ മരത്തുമ്മയ്ക്കും കയറുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ ഓരോ അതിഥികൾ നമ്മുടെ ആ ഒരു മരത്തുമ്മയും കാര്യം അവിടേക്ക് ഉണ്ടാവും. കാര്യം ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇത് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി, പിന്നെ ആൾ പേടിച്ച് നമ്മളിപ്പോൾ ആളെ എന്തെങ്കിലും ചെയ്യാൻ വരുമോ എന്ന് പേടിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉള്ളൂ കേട്ടോ. അത് അല്ലാണ്ട് വേറെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു പാമ്പുകളിൽ ഉണ്ടാക്കാറില്ല. പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ
ഈ ചലനം അല്ലെങ്കിൽ ശബ്ദം അങ്ങനെ കേൾക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കാണില്ല. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് പുഴയുണ്ട്, അതേപോലെ മലയുണ്ട്, ഒരു ഗ്രാമപ്രദേശമാണ്. നമ്മുടെ പറമ്പുകളൊക്കെ പറഞ്ഞാൽ ഫുള്ള് ജാതികളും തെങ്ങുകളൊക്കെ ആയിട്ടുള്ള പറമ്പുകളാണ്. അങ്ങനെ നമ്മുടെ പച്ചിലപ്പാമ്പ് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബ്ലഡ് എടുക്കണുണ്ടോ, നല്ല കട്ട ചുമപ്പിൽ ആ ബ്ലഡ് അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ.